ഹൈമാവതി കൃഷി വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. ഇനിയിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇത് മുട്ടത്തോട്. ഇതിലിപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, ഇതാണ് ഇതെന്ന് വെച്ചാൽ ഇത് ഉലുവ പൊതിർത്ത് വെച്ചാണ്. ഉലുവ പൊതിർത്ത് വെച്ചത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് സോയാബീനാണ്. സോയാബീൻ കൂടി പൊതിർത്ത് വെച്ചിട്ട് ഇതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ എന്തെല്ലാം വേറെ കൂട്ടുന്ന വെച്ചാൽ ഇത് കുറച്ച് പഴപ്പേരി കൂട്ടുന്നുണ്ട്. ഇത് നല്ലതാണ്, പൂവും കായും ഉണ്ടാവാൻ നല്ലതാണ്. പിന്നെ കാൽസ്യത്തിൻ്റെ ഇത് പൊട്ടാസ്യം ഉണ്ട്. പിന്നെ പിന്നെ കാൽസ്യത്തിൻ്റെ ഈ തക്കാളിയുടെ കായ്ക്ക് കറുപ്പ് വരും. കുറച്ച് കായ് ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടിയിട്ട് ലേശം അതും ഇതും കൂടി പഴം നല്ലോണം പൂക്കാനും കായ്ക്കാനും നല്ല ഇതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഉലുവയും നല്ലതാണ്. ഉലുവയും ഈ സോയാബീൻ എന്ന് പറഞ്ഞാൽ ചാണകത്തിനുള്ള അത്ര ഗുണമുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിപ്പോൾ അരച്ചിട്ട് എടുത്തിട്ട് വരട്ടെ. ഇതിപ്പോൾ അരച്ചിട്ട് വന്നു. ഇതിപ്പോൾ കണ്ടില്ലേ, അരച്ച് കൊണ്ടുവന്നു. ഇതിൻ്റെ ഒരു 5 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കൊടുക്കാം. എന്താ ഇത് കലക്കട്ടെ. ഇതിൽ ഒഴിച്ചു. ഇത് കണ്ട ഇതിനകത്ത് ഒരു 5 ഇരട്ടി വെള്ളം കണ്ടാ ഞാൻ വെള്ളം ഒഴിക്കട്ടെ. ഇതിലൊരു 5 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് 1 ഇരട്ടി അതിൽ ഒഴിച്ചു. ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ അരച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ട ഇത് കണ്ടില്ല, ഇതിപ്പം അരച്ച് ഇതെന്തെല്ലാം ഒന്നുകൂടി ഞാൻ പറയാം. ഇത് പിന്നെ ഒരു 50 ഉലുവയും ഒരു 50 സോയാബീനും പിന്നെ ഒരു 5-6 ചെറുപഴത്തിൻ്റെ തോലും 2 മുട്ടേൻ്റെ തോടുമാണ്. മുട്ടത്തോടും കൂടിയാണ്. അതും കൂടി അതിൻ്റെ അരച്ചിട്ട് ഇതിപ്പോൾ തൽക്കാലം എടുത്തിട്ടുള്ളത്. ഇതിനിപ്പോൾ ഞാൻ ഈ തക്കാളിക്ക് കൊടുക്കട്ടെ. കുറേശ്ശെ തക്കാളിക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. ഇതെന്തിനാണെന്ന് വെച്ചാൽ പൂക്കാനും കായ്ക്കാനും നല്ല ഉഷാറോടെ വരാനും എല്ലാം കൂടിയിട്ടുള്ള ഒരു വള. ഇത് നല്ല അടിപൊളി വള. ഇത് കുറച്ച് വളരുമ്പോൾ പൂക്കുന്നതിനൊക്കെ കൊടുക്കേണ്ട വളമാണ്. അതിനാണ് ഞാനിതിപ്പം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം ഉഷാറായിട്ട് വരും. കുറേശ്ശെ കൊടുക്കുക. ഉണ്ടല്ലേ, ഇത് ഉലുവയും പിന്നെ പഴത്തിൻ്റെ തോലും സോയാബീനും പിന്നെ മുട്ടത്തോടുമാണ്. ഇത് പച്ചക്കറിക്ക് ആദ്യത്തെ കൊടുക്കുന്ന വള. ഇത് ചാണകം കലക്കി കൊടുത്തതിന് ശേഷം ഞാനിതാണ് കൊടുക്കുന്നത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഉഷാറായിട്ട് തേർത്ത് കുടിച്ച് വരും. പിന്നെ നമ്മൾ ഉഷാറായിട്ട് വരും. പച്ചക്കറി നന്നാവാൻ വേറെ ഒന്നും വേണ്ട, ഇത് തന്നെ മതി. അത്രയും നല്ലൊരു വള. ഇത് കൊടുക്കുക. ഇത് കൊടുത്തിട്ട് പിന്നെ അങ്ങനെയല്ലേ ഇതെല്ലാം ഞാനിങ്ങനെ ഒഴിച്ച് കൊടുക്കും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ വേഗം ഇപ്പം തക്കാളിയിൽ ഇനിയിപ്പോൾ അതിനൊക്കെ പൂക്കാൻ തുടങ്ങും. കുറച്ച് ദിവസം കഴിഞ്ഞപാട് തക്കാളി പൂക്കും. അതുകൊണ്ടാണ് ഞാനിപ്പം ഇത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. മുളകും അങ്ങനെ, മുളകിനും കൊടുക്കാൻ കഴിയും. എല്ലാവരും കൊടുക്കാം. ഇപ്പോൾ തൽക്കാലം തക്കാളിക്ക് ബാക്കിയുള്ളത് മുളകിനും കൊടുക്കാം. കണ്ടല്ലോ, നല്ല അടിപൊളിയും ഉലുവ സ്ഥലമാണ്. ഇപ്പം ഞാൻ ഈ തക്കാളി ഇതിനും കൂടി കൊടുക്കാം. മുളകിനും കൂടി കൊടുത്തേക്കാം. കണ്ടില്ലേ, ഇത് നമ്മൾ ചാണകം ഇല്ലാതെ കണക്കായിട്ടുള്ള വളമാണ്. സോയാബീൻ ഇട്ട് കഴിഞ്ഞാൽ ചാണകം വേണ്ട. ചാണകം ഇല്ലാഞ്ഞാൽ നമ്മൾ ഈ സോയാബീൻ കൂട്ടിയാൽ ചാണകത്തിന് സമമാവും. എനിക്കൊരിക്കലും ചാണകം കുറവാണ്, എന്നാലും ചാണകം വേണം. ചാണകം ഇല്ലാഞ്ഞാൽ ശരിയാവില്ല. ചാണകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പച്ചക്കറി ഉഷാറായിട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അതുകൊണ്ട് ഞാനിപ്പം ഇത് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 ദിവസം ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. നല്ല അടിപൊളി ഉഷാറായിട്ട് വന്നത് കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പം ഞാൻ കൊടുത്തു. ഈ തക്കാളിക്കും ഈ മുളകിനും കൂടി കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇനിയിപ്പം വെണ്ടക്കാണ് കൊടുക്കേണ്ടത്. വെണ്ടക്കും മീനും അത് പിന്നെ ഒരു ദിവസം കലക്കി അയച്ച് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ആക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. നിങ്ങൾക്ക് പിന്നെ എല്ലാവരും എന്നാ വേണ്ടത് വെച്ചാൽ ഈ പച്ചക്കറിക്ക് അന്ത്യോളം വളം കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ബാഗിൽ നട്ട പച്ചക്കറി ആയതുകൊണ്ട് ബാക്കിയുള്ള നിലത്താ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ മാത്രമേ കൊടുക്കണ്ടൂ.
ഇത് നല്ലൊരു വളമാണ്. ഈ വളം നിങ്ങൾ ഇത് കൊടുക്കാൻ മടിക്കറ് ഉലുവ ഇത് ഈ പഴത്തിൻ്റെ തോറും ഇനി മുട്ടത്തോടും ഒന്നും കളയണ്ട, എല്ലാം നമുക്ക് കൊടുക്കാനുള്ളതാണ്. ഇന്നും ആഴ്ചക്കാഴ്ചക്ക് കൊടുക്കേണ്ടതാണ്. ഓരോരോ വളങ്ങളായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് അതിൻ്റെ വളർച്ച നമുക്ക് കാണാൻ കഴിയും. ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ വളർന്ന് കാണുകയും ചെയ്യും, വേഗം ഉഷാറായിട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് നമ്മളോട് എല്ലാവരോടും മനസ്സിൽ എല്ലാവരും പിന്നെ പച്ചക്കറി കൃഷി ചെയ്തിട്ട് എല്ലാവരും മുന്നോട്ട് പോകുക. ഞാൻ ഇതുപോലെ തന്നെ ഞാൻ ചെയ്ത പോലെ തന്നെ നിങ്ങളും ചെയ്ത് നോക്ക്. ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. എന്നിട്ട് പിന്നെ എന്നോട് കമൻറ്റ് ഇടണം. ഇപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് പിന്നെ കമൻറ്റും ലൈക്കും എല്ലാം തരണം. ഇതിപ്പം കണ്ടില്ല എൻ്റെ പച്ചക്കറി കാണിച്ചു തരാൻ. ഇതാ പയറ് കണ്ട, പയർ ഇത്ര എത്തി. ഇത് കണ്ട പയർ ഇത്ര വരെ എത്തി. കണ്ട ഇതിപ്പോൾ രണ്ടാമത് നട്ട പയറാണിത്. ഇതാദ്യം നട്ടതാണ്. ഇതിപ്പോൾ രണ്ടാമത് വട്ടം ഇപ്പം ആയതാണ്. മറ്റേത് ഇപ്പോൾ മൂന്നാമത് നട്ടതാണത്. ആ ചെറുത് കണ്ട, അത് മൂന്നാമത് വട്ട പയറാണ്. ഇനിയിപ്പോൾ ഇത് കണ്ട, ഇതാണ് കോളിഫ്ലവർ. ഇത് മുളക് ഇന്നാളേ ഉള്ള മുളകാണ്. അത് അത്ര ഉഷാറായിട്ട്. ഇത് കണ്ട മുമ്പേ ഉള്ള ഒരു വഴുതിനെയാണ്. അത് കഴിഞ്ഞ മുമ്പത്തെ അത് കൊത്തിയിട്ടിപ്പോൾ അത് ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ കണ്ട ഇതൊരു പച്ചള ചീര എന്നൊരു ചീരയാണ്. കണ്ട നല്ല ഉഷാറോടെ വരുന്നുണ്ട്. കണ്ട ഇത് മുന്തിരിയാണ്. കണ്ട മുന്തിരി കായ് ഉണ്ടായത് വണ്ണം വെക്കുന്നുണ്ട്. ഇപ്പം കണ്ടില്ലേ വെണ്ട കണ്ടില്ലേ, വെണ്ട കണ്ടില്ലേ. എല്ലാവരും ഇത് കയ്പ്പാണേ. കയ്പ്പ് കണ്ടില്ലേ, കയ്പ്പ. പിന്നെ ഇനി ആടിയുണ്ട്. ഇത് ഇന്ന് ഞാൻ നട്ട ഇത് പറിച്ചിട്ട് നട്ടതാണ്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നട്ടതാണ്. അത് ഇനിയിപ്പോൾ അതെടുത്തിട്ട് അങ്ങ് സെറ്റ് ചെയ്ത് വെക്കണം. ഓരോന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് താലോലി. ഇത് പടവലം നട്ടിട്ടുണ്ട്. ഇത് പയറാണ്. ഇതാണ് ഇത് വഴുതിനെയാണ്. അതെല്ലാം പറിച്ച് നടണം, വളരാൻ നട്ടതാണ്. ഇതെല്ലാം കക്കിരിയുണ്ട്. ഇതിൽ പിന്നെ ഇതുണ്ട്. ഇത് കുമ്പളാണ്. ഇതാണ് പിന്നെ ഇതാണിത്. കണ്ട എൻ്റെ ഉരുളക്കിഴങ്ങ. ഇത് കണ്ടില്ലേ, ഇത് ഉരുളക്കിഴങ്ങാണ്. ഇത് ചാഞ്ഞ് വീണ് പോയി. ഉള്ളി ഉണ്ട് അവിടെ, കണ്ടില്ലേ. അത് ഇഞ്ചിയാണ്. ഇഞ്ചിയാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് കക്കിരി കുക്കുംബർ. ഇത് താലോലി പൊട്ടിക്ക അല്ലെങ്കിൽ പിച്ചിക്കാന്ന് പറയും. ഇത് കണ്ട, ഇത് തൈയൊന്നും ഉഷാറായില്ല. ഉഷാറാവണ്ടിക്ക് നമ്മളിട്ട് വളം കൊടുത്തിട്ട് വേണം ഉഷാറാക്കണ്ടിക്കൽ. ഞാൻ ഇതിനിടക്ക് ഭർത്താസ് ചക്കരക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് ആ തലേൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തല നീണ്ട് വന്നിട്ടുണ്ട്. ആദ്യം ഇത് കണ്ട ഉഷാറോടെ പോകുന്ന ഇതിപ്പോൾ കണ്ടില്ലേ. അത് ഇനി ഒരിക്കലും കൂടി അത് ഇട്ട് കൊടുക്കണം. എന്നാൽ ഒരിക്കലും കൂടി തന്നെ നീളുന്നതിനനുസരിച്ച് നമ്മൾ കുറേ മണ്ണിട്ട് കൊടുത്താൽ നല്ല ഉഷാറായിട്ട് വരും. ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക്, കമൻറ്റ്, ഹൈപ്പ് എല്ലാം അടിക്കണം. എന്നിട്ട് ഞാൻ ഇന്നും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കും.